2024 മെയ് 1 ബുധൻ. ഇന്ന് 1199 മേടം 18. വാർത്തകൾ വായിക്കുന്നത് ജി രവി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും ഇളവില്ല. സ്കൂളുകളുടെയും ആശുപത്രികളുടെയും അറ്റകുറ്റപ്പണി തുടങ്ങാനായില്ല. 45 പദ്ധതികൾക്ക് ഉടൻ അനുമതി തേടി കമ്മീഷന് ചീഫ് സെക്രട്ടറിയുടെ കത്ത്. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും സംസ്ഥാനത്ത് ഭാഗികമായി പോലും പെരുമാറ്റച്ചട്ടം പിൻവലിക്കാത്തതിനാൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ സർക്കാർ വിഷമിക്കുന്നു. സംസ്ഥാനത്ത് സ്കൂളുകൾ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടതടക്കം 45 പദ്ധതികൾക്ക് അടിയന്തരമായി അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തു നൽകി. വെള്ളിയാഴ്ചയായിരുന്നു വോട്ടെടുപ്പ്. എങ്ങും റീപോളിംഗ് പ്രഖ്യാപിക്കാത്തതിനാൽ കഴിഞ്ഞ തിങ്കളാഴ്ച പെരുമാറ്റച്ചട്ടത്തിന് ഇളവ് അനുവദിക്കുമെന്നായിരുന്നു സർക്കാരിൻ്റെ പ്രതീക്ഷ. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു തീരുമാനവും ഉണ്ടാകാത്തതിനാൽ വീണ്ടും കത്ത് നൽകാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. അടുത്ത മാസം സ്കൂളുകൾ തുറക്കേണ്ടതിനാൽ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഇവയടക്കം ഒരു പദ്ധതിയും ടെൻഡർ വിളിക്കാനോ ഭരണാനുമതി നൽകാനോ കഴിയുന്നില്ല. ആശുപത്രി കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണിയും പൂർത്തിയാക്കാനുണ്ട്. കരാറുകാർക്ക് നൽകാനുള്ള പണത്തിൻ്റെ വിതരണവും മുടങ്ങി. മാർച്ച് 16 രാജ്യത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. ജൂൺ 6 വരെയാണ് പ്രാബല്യം. എന്നാൽ വോട്ടെടുപ്പ് കഴിയുന്ന മുറയ്ക്ക് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് അനുവദിക്കുകയാണ് പതിവ്. തമിഴ്നാട്ടിൽ 19 വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും ഇതുവരെ ഇളവ് നൽകിയിട്ടില്ല. തമിഴ്നാട് സർക്കാരും പലവട്ടം ആവശ്യപ്പെട്ടിട്ടും പെരുമാറ്റച്ചട്ടം തുടരും എന്ന നിലപാടിലാണ് കമ്മീഷൻ. പെരുമാറ്റച്ചട്ടം കാരണം മന്ത്രിമാർക്ക് സുപ്രധാന യോഗങ്ങൾ കൂടാൻ കഴിയുന്നില്ല. ജൂൺ 6 വരെ തുടർന്നാൽ 83 ദിവസമാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാവുക. 2 മാസത്തെ ക്ഷേമ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക തുടങ്ങിയ ആനുകൂല്യങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിച്ചതിനാൽ വിതരണം ചെയ്യാനായി. എന്നാൽ പുതുതായി ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു. പൂർത്തിയാക്കിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനും കഴിഞ്ഞില്ല. ഇതിനു പുറമെ വ്യാപാരികളിൽ നിന്നും മറ്റും യാത്രക്കിടെ പിടിച്ചെടുത്ത പണവും പെരുമാറ്റച്ചട്ടത്തിൻ്റെ കാലാവധി കഴിഞ്ഞ ശേഷമേ മടക്കി നൽകാറുള്ളൂ. 33 കോടി രൂപയുടെ വസ്തുക്കളാണ് ഇതുവരെ പിടിച്ചെടുത്തിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ തപാൽ വോട്ട് കുറവിനെപ്പറ്റി പരിശോധിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം വിനയായെന്ന് സൂചന. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്ത ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗത്തിനും തപാൽ വോട്ട് ചെയ്യാൻ കഴിയാതിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തും. തപാൽ വോട്ടിലെ ഗണ്യമായ കുറവ് സംബന്ധിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും അറിയിച്ചിട്ടുണ്ട്. തപാൽ വോട്ടിൻ്റെ കൃത്യമായ കണക്കെടുപ്പ് നടക്കുകയാണ്. വോട്ട് ചെയ്യാൻ സൗകര്യമുണ്ടായിരുന്നിട്ടും ചെയ്യാത്തവർ, തപാൽ ബാലറ്റിൽ പേരില്ലാത്തതിനാൽ വോട്ട് ചെയ്യാൻ പറ്റാതെ പോയവർ എന്നിങ്ങനെ 2 വിഭാഗങ്ങളാണുള്ളത്. തപാൽ ബാലറ്റിൽ എങ്ങനെ പേരില്ലാതായി എന്നത് സംബന്ധിച്ച് പരിശോധന നടത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗർ പറഞ്ഞു. ഇതര സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ 2000-ഓളം പോലീസുകാർക്കും വോട്ട് നഷ്ടമായിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റുകൾ ഇത്തവണ തപാലിൽ അയക്കില്ലെന്നും വോട്ടെടുപ്പ് ദിനമായ 26 മുൻപ് തന്നെ ഉദ്യോഗസ്ഥർ തപാൽ വോട്ട് ചെയ്യണമെന്നുമുള്ള കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമാണ് ഭൂരിഭാഗം ഉദ്യോഗസ്ഥർക്കും വിനയായത്. തപാൽ വോട്ടിൽ വ്യാപക കൃത്രിമം നടക്കുന്നുണ്ടെന്ന ആക്ഷേപത്തെ തുടർന്ന് നടപടികൾ കൂടുതൽ സുതാര്യമാക്കാനാണ് കമ്മീഷൻ പരിഷ്കാരം നടപ്പാക്കിയതെന്ന് അറിയുന്നു. കത്തിക്കയറി ചൂട്, കാലാവസ്ഥാ മുന്നറിയിപ്പ്. കോഴിക്കോട്, ആലപ്പുഴ ഉഷ്ണതരംഗ സാധ്യത. പാലക്കാട് നാളെ വരെ ഓറഞ്ച് അലർട്ട്. കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. പാലക്കാട്, തൃശൂർ ജില്ലകൾക്ക് പുറമെ ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്നലെ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ നാളെ വരെ ഓറഞ്ച് അലർട്ട് തുടരും. പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. തൃശ്ശൂരിൽ 40 ഡിഗ്രിയും കോഴിക്കോട് 39 ഡിഗ്രിയും ആലപ്പുഴയിൽ 38 ഡിഗ്രിയും വരെ താപനില ഉയരാൻ സാധ്യത. ഇന്നലെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ താപനില പാലക്കാട്ട് രേഖപ്പെടുത്തി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ പെയ്തു. ഇന്നും നാളെയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ലഭിച്ചേക്കും. മധ്യതെക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ ലഭിക്കും. മെയ് 5, 6, 7 തീയതികളിൽ വടക്കൻ ജില്ലകളിൽ വേനൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേജ്രിവാളിൻ്റെ അറസ്റ്റ് വ്യക്തിസ്വാതന്ത്ര്യം പരമപ്രധാനം, നിഷേധിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അറസ്റ്റ് എന്തിനെന്ന് കോടതി.
വ്യക്തിസ്വാതന്ത്ര്യം പരമപ്രധാനമാണെന്നും അത് നിഷേധിക്കാൻ ആർക്കും ആകില്ലെന്ന് ഓർമ്മപ്പെടുത്തി സുപ്രീം കോടതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് നിർദ്ദേശിച്ചു. കേജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചു. അടുത്ത ദിവസം വാദം കേൾക്കുമ്പോൾ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ ഇഡിയുടെ അഭിഭാഷകനായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവിനോട് നിർദ്ദേശിച്ചു. 3-ന് വാദം തുടരും. കേജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഷേക് മനു സിംഗ്വി ഇന്നലെ വാദം പൂർത്തിയാക്കി. തുടർന്നാണ് ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് ഇഡിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഗാസ യുദ്ധവിരുദ്ധ പ്രക്ഷോഭം US-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. കൊളംബിയ സർവകലാശാല കെട്ടിടം കയ്യേറി വിദ്യാർത്ഥികൾ. ഗാസ യുദ്ധവിരുദ്ധ പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികൾ US-ലെ കൊളംബിയ സർവകലാശാലയിലെ ഒരു കെട്ടിടം കയ്യേറി. ന്യൂയോർക്ക് സിറ്റി ക്യാമ്പസിലെ സമരക്കുടിലുകൾ പൊളിച്ചു നീക്കാനുള്ള അന്ത്യശാസനം തള്ളിയ വിദ്യാർത്ഥികൾക്കെതിരെ സസ്പെൻഷൻ നടപടി ആരംഭിച്ചതിന് പിന്നാലെയാണ് സമരക്കാർ ചരിത്രപ്രസിദ്ധമായ ഹാമിൽട്ടൺ ഹാൾ പിടിച്ചെടുത്ത് പലസ്തീൻ അനുകൂല ബാനർ ഉയർത്തിയത്. ഹാളിന് പുറത്ത് മേശകൾ നിരത്തി ബാരിക്കേഡുകളും തീർത്തു. 1960-കളിൽ വിയറ്റ്നാം യുദ്ധവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഹാമിൽട്ടൺ ഹാൾ. കെട്ടിടം കയ്യേറിയതിനെ ബൈഡൻ ഭരണകൂടം അപലപിച്ചു. ഹാമിൽട്ടൺ ഹാളിന് മുകളിൽ ഹിൻസ് ഹാൾ എന്ന ബാനറാണ് വിദ്യാർത്ഥികൾ ഉയർത്തിയത്. ഗാസയിൽ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്ന 6 വയസ്സുകാരിയാണ് ഹിന്ദ്. ക്യാമ്പസ് അടച്ചുപൂട്ടിയ അധികൃതർ ഇവിടെ താമസിക്കാത്ത എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് നോട്ടീസ് ഇറക്കി. പ്രക്ഷോഭം 2ാം ആഴ്ചയിലെത്തിയതോടെ 900 പേരാണ് അറസ്റ്റിലായത്. യുദ്ധക്കുറ്റം. ഗാസ ആശുപത്രി ജീവനക്കാരിയുടെ മൊഴിയെടുത്തു. യുദ്ധക്കുറ്റങ്ങൾ അന്വേഷിക്കുന്ന രാജ്യാന്തര ക്രിമിനൽ കോടതി, അതായത് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഗാസയിലെ 2 പ്രമുഖ ആശുപത്രികളിലെ ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തതായി റിപ്പോർട്ട്. വടക്കൻ ഗാസയിലെ അൽഷിഫ, തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലെ നാസർ ആശുപത്രികളിലെ സ്റ്റാഫിൽ നിന്നുമാണ് തെളിവെടുത്തത്. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഒക്ടോബർ 7-ന് ഹമാസ് തെക്കൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണവും തുടർന്ന് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുമാണ് ICC അന്വേഷിക്കുന്നത്. ഹേഗ് ആസ്ഥാനമായ ICCയിൽ ഇസ്രായേൽ അംഗമല്ലെങ്കിലും പലസ്തീൻ പ്രദേശങ്ങൾ 2015-ൽ അംഗമായിട്ടുണ്ട്. വ്യക്തികൾക്കെതിരെയുള്ള വംശഹത്യ, യുദ്ധക്കുറ്റങ്ങൾ തുടങ്ങിയവയിലാണ് ICC നിയമ നടപടി സ്വീകരിക്കുക. ഗാസയിലെ വെടിനിർത്തലിനായി കൈറോയിൽ നടക്കുന്ന ചർച്ച കഴിഞ്ഞു. ഹമാസ് സംഘം മടങ്ങിയതായി റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ ശുപാർശകളോട് ഹമാസ് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. ചർച്ചയുടെ ഫലം എന്തായാലും റഫ ആക്രമിക്കുമെന്ന ഭീഷണി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആവർത്തിച്ചു. 1ഉം 2ഉം ഘട്ടങ്ങളിലെ പോളിംഗ് വിവരങ്ങളുമായി കമ്മീഷൻ. ആദ്യഘട്ടത്തിൽ 66.14% വോട്ട്, 2ാം ഘട്ടം 66.71%. കണക്ക് പുറത്തുവിട്ടത് പ്രതിപക്ഷ വിമർശനത്തിന് പിന്നാലെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ 66.14% വോട്ടും 2ാം ഘട്ടത്തിൽ 66.71% വോട്ടും രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ 66.22 പുരുഷന്മാരും 66.07% സ്ത്രീകളും 31.32% ട്രാൻസ്ജെൻഡറുകളും വോട്ട് ചെയ്തു. 2ാം ഘട്ടത്തിൽ ഇത് യഥാക്രമം 66.99%, 66.42%, 23.86% എന്നിങ്ങനെയാണ്. കേരളത്തിൽ 71.27% പോളിംഗ്. വീട്ടിൽ വോട്ട് ചെയ്ത 1,80,865 പേരുടെ വോട്ട് കൂടി ഉൾപ്പെടുമ്പോൾ കേരളത്തിൽ ഇത് 72.07% വരും. ആദ്യഘട്ടത്തിൽ കൂടുതൽ പോളിംഗ് നടന്നത് 3 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്ന ബംഗാളിലാണ്, 81.91%. കുറവ് 4 മണ്ഡലങ്ങളിൽ പോളിംഗ് നടന്ന ബീഹാറിൽ 49.26%. ബംഗാളിലെ ജൽപായ്ഗുഡിയിൽ 83.66% പേർ വോട്ട് ചെയ്തു. 2ാം ഘട്ടത്തിൽ ഔട്ടർ മണിപ്പൂർ മണ്ഡലത്തിലാണ് കൂടുതൽ പോളിംഗ്, 84.85%. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങളായിട്ടും കണക്ക് പുറത്തുവിടാത്തത് പ്രതിഷേധമുയർത്തിയിരുന്നു. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികൾ ഇതിനെതിരെ രംഗത്ത് വന്നു. ആദ്യ 2 ഘട്ടത്തിലും പോളിംഗ് ശതമാനം മുൻപത്തേക്കാൾ കുറഞ്ഞത് കാര്യങ്ങൾ മോദി സർക്കാരിന് അനുകൂലമല്ലെന്ന തോന്നലുണ്ടാക്കുമെന്നതിനാലാണ് കമ്മീഷൻ മൗനം പാലിക്കുന്നതെന്ന് ഇവർ ആരോപിച്ചു. കോവിഡ് വാക്സിൻ, ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ചയാകുന്നു. നഷ്ടപരിഹാരത്തിന് ഇന്ത്യയിൽ വ്യവസ്ഥയില്ല. UK-യിൽ 51 പേർ 1000 കോടിയിലേറെ രൂപ വീതം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. കോവിഡ് വാക്സിൻ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഇന്ത്യയിൽ വ്യവസ്ഥയില്ല.
വാക്സിൻ സ്വീകരിച്ചത് സ്വമേധയായിരുന്നുവെന്നും നിർബന്ധിതമാക്കിയിരുന്നില്ലെന്നുമാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിലപാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ച കോവിഷീൽഡ് വാക്സിനെതിരെ UK-യിൽ നിയമയുദ്ധം മുറുകുമ്പോഴും ഇന്ത്യയിൽ ആരോഗ്യ മന്ത്രാലയം അനങ്ങിയിട്ടില്ല. കോവിഷീൽഡ് വാക്സിൻ എടുത്തത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ 51 പേർ 1000 കോടിയിലേറെ രൂപ വീതം ആവശ്യപ്പെട്ടാണ് UK ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോവിഷീൽഡിൻ്റെ ഇന്ത്യയിലെ ഉൽപ്പാദകരായ സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ ബോംബെ ഹൈക്കോടതിയിലും സമാനമായ കേസുണ്ട്. വാക്സിൻ വികസിപ്പിക്കുന്നതിലെ പല കടമ്പകളും ഒഴിവാക്കി ദ്രുതഗതിയിൽ കുത്തിവയ്പ് തുടങ്ങിയ വാക്സിനുകളുടെ കാര്യത്തിൽ നഷ്ടപരിഹാര വ്യവസ്ഥയില്ലാതെ നയം തയ്യാറാക്കിയതിന് കേന്ദ്ര സർക്കാർ വലിയ വിമർശനം നേരിട്ടിരുന്നു. കോവിഷീൽഡ് വാക്സിൻ എടുക്കുന്നവരിൽ അപൂർവമായി രക്തം കട്ടപിടിക്കുന്നതുൾപ്പെടെ ഗുരുതര പാർശ്വഫലങ്ങൾ ഉണ്ടാകാമെന്ന ഉൽപ്പാദക കമ്പനിയുടെ സ്ഥിരീകരണത്തോട് ആരോഗ്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല. വാക്സിൻ ഉൽപ്പാദകരായ ആസ്ട്രാസെനക്ക UK ഹൈക്കോടതിയിൽ നൽകിയ രേഖകളിലാണ് പാർശ്വഫലങ്ങൾ സ്ഥിരീകരിച്ചത്. ശുഭദിനം. നന്ദി.